പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയും ഭാര്യയും അമേരിക്കയിൽ വിചാരണ നേരിടണമെന്ന് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പകരം സംവിധാനം വരുന്നതുവരെ വെനസ്വേലയെ അമേരിക്ക ഭരിക്കും. വെനസ്വേലയിൽ അതിക്രമിച്ചു കയറി പ്രസിഡന്റിനെ പിടികൂടിയതിനെ അമേരിക്കൻ സൈനിക ചരിത്രത്തിലെ വിസ്മയകരമായ സംഭവമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അമേരിക്കൻ എണ്ണ കമ്പനികൾ വെനസ്വേലയിൽ നിന്നും പണം ഉണ്ടാക്കുമെന്നും ട്രംപ് നിലപാട് വ്യക്തമാക്കി. കണ്ണുകെട്ടി വിലങ്ങുവെച്ച മഡൂറോയുടെ ചിത്രവും ട്രംപ് പുറത്തുവിട്ടിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഗൗതം അമ്രകുഞ്ചം ചേരുകയാണ്. ഗൗതം, വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. എങ്ങനെ വിലയിരുത്താം ഈ നീക്കത്തെ? സോന, ലോകരാഷ്ട്രം കണ്ട ഏറ്റവും നീതികേടിന് സാക്ഷിയായിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും എന്ന് വേണം ഈ ഘട്ടത്തെ വിലയിരുത്താൻ. കാരണം വെനസ്വേലൻ പരമാധികാരത്തിലേക്ക് കടന്നു കയറിക്കൊണ്ടാണ് അമേരിക്കൻ അധിനിവേശത്തിൻ്റെ വക്താവായിക്കൊണ്ട് ട്രംപ് ഇപ്പോൾ താൻ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും പിടികൂടിയിട്ടുണ്ടെന്നും ഇവർ ലോകത്ത് നടക്കുന്ന ഡ്രഗ് ഡീലിൻ്റെ അപ്പോസ്തലന്മാരാണ്, അവരുടെ നേതാക്കളാണെന്ന് പ്രഖ്യാപിക്കുകയും അത്തരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് വെനസ്വേലൻ പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കസ്റ്റഡിയിലെടുക്കാനും ന്യൂയോർക്കിൽ നേരിടാനുമുള്ള തീരുമാനത്തിലേക്ക് എത്തിയതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെനസ്വേലയിലെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യം വെച്ച് ഈ വർഷം തുടക്കം മുതൽ തന്നെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ, അതായത് 2025 തുടക്കം മുതൽ തന്നെ വലിയ തരത്തിലുള്ള ഇടപെടലുകൾ, നീക്കങ്ങളൊക്കെ തന്നെ അമേരിക്ക നടത്തിയിരുന്നു. ആ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ആ നീക്കങ്ങളിൽ ഏറ്റവും ഒടുവിലായി സംഭവിച്ചത് പസഫിക് തീരത്ത് ഉൾപ്പെടെ വെനസ്വേലൻ കപ്പലുകൾക്ക്, പ്രത്യേകിച്ച് എണ്ണ കപ്പലുകൾക്ക് നേരെ നടന്നിട്ടുള്ളതും അതോടൊപ്പം തന്നെ ബോട്ടുകൾക്ക് നേരെ നടന്നിട്ടുള്ളതുമായ അക്രമങ്ങളും വെടിവയ്പ്പുകളും അമേരിക്കൻ അക്രമങ്ങളുമായിരുന്നു. പസഫിക് തീരത്തിൽ ഉൾപ്പെടെ കരീബിയൻ തീരത്തും പസഫിക് തീരങ്ങളിലും അമേരിക്ക വെനസ്വേലയുടെയും അതോടൊപ്പം തന്നെ മറ്റ് ബോട്ടുകളും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലൊക്കെ പറഞ്ഞത് വെനസ്വേലയിൽ നിന്ന് വലിയ അളവിൽ കൊക്കൈനും അതോടൊപ്പം തന്നെ മറ്റ് ലഹരി വസ്തുക്കളും അമേരിക്കയിലേക്ക് കടത്തപ്പെടുകയാണെന്നും ഇതിന് നേതൃത്വം നൽകുന്നത് വെനസ്വേലയിലെ മെഡൂറിയൻ ഗവൺമെൻറ് ആണ് എന്നുമുള്ള ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്തത്. അത്തരത്തിലൊരു മുദ്രകുത്തലിന് ശേഷം അല്ലെങ്കിൽ ഒരു ചാപ്പകുത്തലിന് ശേഷമാണ് തങ്ങൾക്ക് വെനസ്വേലയെ ആക്രമിക്കാൻ അവകാശമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്കെല്ലാം ഒടുവിലാണ് നമ്മൾ ഇന്ന് കണ്ടത് വെനസ്വേലൻ പ്രസിഡന്റിനെ പിടികൂടുന്ന തരത്തിലേക്ക്, വെനസ്വേലയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന തരത്തിലേക്ക് അമേരിക്ക മാറിയത്. നിലവിൽ ട്രംപ് തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ അക്രമത്തെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഈ ഓപ്പറേഷനെ സംബന്ധിച്ചുള്ള ട്രംപിൻ്റെ വാർത്താ സമ്മേളനം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നമ്മളെല്ലാവരും കേട്ടതാണ്. അതിലേറ്റവും പ്രധാനമായും ട്രംപ് ഉന്നയിക്കുന്നത് വെനസ്വേലൻ ഭരണകൂടത്തെ ഒരു ലഹരി നിയന്ത്രിക്കപ്പെടുന്ന അല്ലെങ്കിൽ ലഹരി സംഘങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഭരണകൂടമാണെന്ന് ട്രംപ് മുദ്രകുത്തുന്നു. അതോടൊപ്പം തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുമായി മഡൂറോയ്ക്ക് ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഭരണം നേടിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെനസ്വേലയിലെ മെഡൂറിയൻ ഭരണകൂടം അതൊരു ഭീകരവാദ സംഘടന മാത്രമാണ്, അതൊരു സർക്കാരല്ല എന്നും ആ രാജ്യത്തിൻ്റെ ഭരണം അമേരിക്ക ഏറ്റെടുക്കാൻ പോവുകയാണെന്നും മറ്റൊരു ഭരണ സംവിധാനം നിലനിൽക്കുന്നതുവരെ അല്ലെങ്കിൽ നിലവിൽ വരുന്നതുവരെ വെനസ്വേലയുടെ ഭരണം അമേരിക്ക നടത്തുമെന്നുമാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് വെനസ്വേലയെ അമേരിക്ക പിടിച്ചെടുത്തിരിക്കൂ എന്ന് പറയാതെ പറയുകയാണ് ട്രംപ് ചെയ്യുന്നത്. നിലവിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ മുൻപ് ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മൾ സന്ധിച്ചിട്ടുള്ള അമേരിക്കൻ അധിനിവേശത്തിൻ്റെ മറ്റൊരു പതിപ്പ് ഇപ്പോൾ വെനസ്വേലയിൽ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുകളോ ചർച്ചകൾക്കോ ഒന്നും വഴിയൊരുക്കാതെ അവിടുത്തെ ഭരണാധികാരിയെ പിടികൂടുകയും ആ രാജ്യം നമ്മൾ ഭരിക്കാൻ പോവുകയാണെന്നും അമേരിക്ക ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു. ലോക പോലീസ് ചമയാനുള്ള അമേരിക്കയുടെ നീക്കത്തിൻ്റെ ഭാഗമായി കൂടി ഇതിനെ വിലയിരുത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. നിലവിൽ വെനസ്വേലൻ പ്രസിഡന്റിനെ കയ്യാമം വെച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്ന അമേരിക്കൻ ഷിപ്പിൽ കയറ്റിക്കൊണ്ടുവരുന്ന ചിത്രങ്ങൾ കൂടി ട്രംപ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ അമേരിക്കയിൽ വിചാരണ നേരിടുമെന്നും ഇനിയുള്ള കാര്യങ്ങൾ അതനുസരിച്ച് നടക്കുമെന്നും ട്രംപ് പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് ഏകപക്ഷീയമായി ട്രംപ് തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. അമേരിക്കൻ എണ്ണ കമ്പനികൾ വെനസ്വേലയിൽ നിന്നും പണം ഉണ്ടാക്കുമെന്നും ട്രംപ് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിലേക്ക് കൂടി. So we are going to run the country until such time as we can do a safe, proper and judicious transition. And it has to be judicious because that's what we're all about. We want peace, liberty and justice for the great people of Venezuela. Going to stay until such time as the proper transition. We're going to have our very large United States oil companies, the biggest anywhere in the world, go in, spend billions of dollars, fix the badly broken infrastructure, the oil infrastructure.